കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ACP KM ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. വിനീഷ് മുംബൈയിൽ ഒളിവിൽ കഴിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദിൽഷ തിലകനുണ്ട് കോഴിക്കോട് നിന്ന്. ദിൽഷ, ഇയാൾ മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞാണ് അവിടെ താമസിക്കുന്നത്. പക്ഷേ ഇയാളുടെ നീക്കങ്ങൾ ഓരോന്നും മനസ്സിലാക്കുമ്പോൾ ഇയാൾക്ക് അങ്ങനെയുണ്ടോ, പോലീസിനെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കമാണോ ഇതെന്ന് തോന്നിപ്പോകും. കാരണം ഓരോ ഘട്ടത്തിലും തനിക്ക് രോഗമാണെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോകാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടി ജയിൽ ഭേദിച്ച് അവിടെ നിന്ന് ആശുപത്രിയൊക്കെ തന്നെ ഭേദിച്ച് പുറത്തു കിടക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടു കൂടി പല നാടുകളിൽ പോയി കഴിയുന്നു. ഇതുവരെ പിടികൊടുക്കാതെ കഴിഞ്ഞ നവംബറിലാണ് ചാടിപ്പോയത്. അതിനുശേഷം ഇത്രയും നാളം പലരെയും പറ്റിച്ച് പേര് മാറ്റി താമസിക്കുന്നു. ഇയാൾക്ക് ശരിക്കും മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. തീർച്ചയായിട്ടും അനിൽ, അങ്ങനെ തന്നെയാണ്. കാരണം 2025 ഡിസംബർ അവസാന വാരത്തിലാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയിലെ ചുമര് തുറന്ന പ്രതി വിനീഷ്, ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. നഗരങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി CCTV ക്യാമറകളിൽ ഒന്നും തന്നെ പ്രതിയുടെ തുമ്പ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. ഏകദേശം 104 ദിവസത്തോളം വിനീഷ് അന്വേഷണ സംഘത്തെ വട്ടം കറക്കി. ഈ 104 ദിവസം തീ തിന്നാണ് ദൃശ്യയുടെ കുടുംബവും കഴിഞ്ഞത്. കാരണം വധഭീഷണി അടക്കം മുഴക്കിയതാണ്. ദൃശ്യയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ദൃശ്യയുടെ അച്ഛൻ്റെ കടയ്ക്ക് തീയിട്ടതാണ്. അത്തരത്തിൽ പ്രതി വലിയ രീതിയിൽ അക്രമാസക്തനായതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക കുടുംബത്തിനും പോലീസിനും ഉണ്ടായിരുന്നു. പ്രതി നേരെ പോയത് മുംബൈയിലേക്കാണ്. ഇപ്പോൾ മുംബൈയിൽ നിന്നാണ് പ്രതിയെ ഇവിടെ കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.